ഡെന്നി, ദ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. എല്ലാവരും കഴിച്ചോ? കഴിച്ചു. എന്ത് പറ്റി നിനക്ക്? കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. തോളിന് എന്ത് പറ്റി? അറിയില്ല മമ്മി, രാവിലെ കട്ടിലിൽ നിന്ന് പൊങ്ങാൻ പോലും പറ്റിയില്ല. തോള് നല്ല വേദന, കൈ തന്നെ അനക്കാൻ പറ്റുന്നില്ല. വലത്തെ കൈ ആണല്ലോ. നീ എങ്ങനെ കഴിക്കും? ഞാൻ വാരിത്തരാം. വേണ്ട മമ്മി, ഒരു സ്പൂൺ തന്നാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പറയുന്നത് കേട്ടാൽ മതി. മമ്മി, ഈ വേദന ഇതെന്താ പെട്ടെന്ന്? വല്ല പ്രശ്നം? ഏയ്, അത് നീ എതമില്ലാതെ കിടന്നതിന്റെ ആകും. സാരമില്ല, കഴിച്ചു കഴിഞ്ഞ് മമ്മി എണ്ണ ഇട്ട് തരാം. ബെന്നി, എന്താടാ വലിയ ചിന്തയിലാണല്ലോ? വേറെന്താ എനിക്കിവിടെ പണി? പപ്പ എന്താ ഈ നേരത്തെ വീട്ടിൽ? ഓഫീസിൽ പോയില്ലേ? ഇന്ന് അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ല, ഉച്ച കഴിഞ്ഞു പോയി നോക്കാമെന്ന് കരുതി. എന്റെ റോൾ മോഡൽ ദ ഗ്രേറ്റ് ഡേവിസ് മണിപ്പറമ്പ് തന്നെയാണോ ഈ പറയുന്നത്? അപ്പനിത് എന്ത് പറ്റി? എപ്പോഴും ഓഫീസായാൽ മടുപ്പാ ഡെന്നി. അപ്പൻ ഈയിടെയായിട്ട് നല്ല ഒന്നാന്തര മടിയനാകുന്നുണ്ടേ. പണ്ട് ബിസിനസ് മാത്രമായിരുന്നു ഊണിലും ഉറക്കത്തിലും. ഇപ്പോൾ ഓഫീസിൽ ഉന്തിത്തള്ളി വിടേണ്ട അവസ്ഥയാണല്ലോ. വലിയ തിരക്കില്ലാത്തത് കൊണ്ടാടാ. എന്നാ അമേരിക്കയിലെ ബ്രാഞ്ചിൽ ചെല്ല്, അവിടെ തിരക്ക് മാത്രമേ ഉള്ളൂ. ജെബിനും ആശ്വാസമാകട്ടെ. അപ്പനെ നാടുകടത്താൻ നോക്കുന്നോടാ? മടിയനായി, അതങ്ങ് സമ്മതിക്ക്. ഓരോരോ ന്യായം കണ്ടെത്തിക്കോളൂ. ബെന്നി, ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഫാമിലി ആയിരിക്കണം. ഇല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. പലപ്പോഴും ബിസിനസിന്റെ പുറകെ പോയി ജെസിക്കോ നിനക്കോ വേണ്ട കെയർ നൽകാൻ എനിക്ക് പറ്റിയിട്ടില്ല. നീ ഒരിക്കലും എന്നെ പോലെ ആകരുത്. യു ഷുഡ് കെയർ യുവർ ഫാമിലി ഫസ്റ്റ്. പപ്പ, മാതാപിതാക്കൾക്ക് ഏറ്റവും മൂല്യമുള്ള സമ്പാദ്യം അവരുടെ മക്കളാണ്. ഒരു അപ്പൻ അമ്മ എന്ന നിലയിൽ അവർ അഭിമാനം കൊള്ളുന്നത് അവരുടെ മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോഴല്ല, മറ്റുള്ളവർ അവരുടെ മക്കളെ നോക്കി നല്ലത് പറയുമ്പോഴാണ്. ഇന്ന മാതാപിതാക്കളുടെ മക്കളല്ലേ, അവർ ആ നല്ല ഗുണം കാണിക്കും എന്ന് പറയിപ്പിക്കുമ്പോഴാ. ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ബെന്നി. ജെസ്സിയോട് എനിക്ക് നന്ദിയുണ്ട്, നിന്നെ പോലെ ഒരു മകനെ എനിക്ക് സമ്മാനിച്ചതിന്. പപ്പയ്ക്ക് ഓഫീസിൽ പോകാൻ വയ്യെങ്കിൽ പോകണ്ട. അതിന് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പോടാ. പപ്പ, യു ആർ ദ ബെസ്റ്റ്. അപ്പന്റെ അമ്മയുടെയും ഗുണമല്ലേ മക്കൾക്കും കിട്ടുന്നത്. സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. വാട്ട് എവർ ഐ ഹാവ്, ഇറ്റ്സ് ഫ്രം യു. ബെന്നി, ഞാൻ വന്നപ്പോൾ നീ എന്തോ കാര്യമായി ചിന്തിക്കുമായിരുന്നല്ലോ. എന്താ അത്? അപ്പനും കൂടെ കേൾക്കാവുന്നതാണെങ്കിൽ പറ. ഒന്നുമില്ല പപ്പ, ഞാൻ വെറുതെ. Then okay. പപ്പ, പറഞ്ഞോടാ. ഞാൻ ഇന്നലെ 2 സ്വപ്നങ്ങൾ കണ്ടു. ഒന്ന് സംതിങ് സഫോക്കേറ്റിംഗ്. എന്റെ തല ചൂടാവുന്ന പോലൊക്കെ തോന്നി. ബട്ട് ഐ കുഡന്റ് റിമെമ്പർ എനിത്തിങ്. എനിക്കൊന്നു മാത്രമേ മനസ്സിലായുള്ളൂ. I was craving for something. Or someone. I don't know. Then the second one? Second one. ಮೊದಲು ವಲ್ಲೇ ಮಂಚು ಕರೆಯಲು ನಿಮ್ಮಲ್ಲೇ కనులు తదుపు నీవే కలత చెరుపు నీవే చివరి మలుపు నీవే ఎటు ನಾನು ఏదో మదివసిగిన నీడే మనసరిగినతో నా జీవనే. പപ്പ,
നീ എന്ത് കളിക്കുന്നു? സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയത്? ഞാൻ പെട്ടെന്ന് എന്നിട്ട് ബാക്കി പറ. രണ്ടാമത് കണ്ടത് എന്താ? അത് ഞാൻ ഓർക്കുന്നില്ല. ഒന്നാമത്തേത് ഓർമ്മയില്ല, രണ്ടാമത്തേതോ അതും ഓർമ്മയില്ല. പിന്നെ നീ എന്തിനാ വലിയ കാര്യത്തിൽ ഇത് പറഞ്ഞത്? പപ്പയല്ലേ ചോദിച്ചേ ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നേന്ന്. രാവിലെ തൊട്ട് ആ രണ്ട് സ്വപ്നങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളോ? അതൊന്നും ഉറങ്ങിയാൽ മാറിക്കൊള്ളൂ. ഉറങ്ങിയാൽ മാറുമോ? ഉറങ്ങുമ്പോൾ നീ വേറെ സ്വപ്നം കാണുമല്ലോ. അപ്പോൾ ഈ രണ്ട് സ്വപ്നം വിട്ടിട്ട് നീ പുതിയ സ്വപ്നത്തിന്റെ പുറകെ പൊക്കോളും. വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാ. പേടിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. പപ്പ Then everything will be fine. Don't be stressed, okay? വേണമെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഞാനൊരു മരുന്ന് പറയാം. എന്താ? ജുവാന. കുറച്ചു നേരം പോയി അവളോട് സംസാരിച്ച് വഴക്കൊക്കെയുണ്ട്. നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. പപ്പ ഫുഡ് കഴിച്ചിട്ട് ഓഫീസിൽ പോകാൻ റെഡി ആകട്ടെ. See you. గడిచిన నడిపిన వేది മമ്മി നമുക്ക് പോയാലോ? ഒരാളും കൂടെയുണ്ട്. ആര്? ജുവാന. ജുവാൻ എന്തിനാ നമ്മളുടെ കൂടെ വരുന്നത്? ജുവാനയല്ലേ നിന്നെ നോക്കുന്നത്. അവളും വരട്ടെ. നിന്റെ കാര്യങ്ങൾ അവളും കൂടി അറിയട്ടെ. ഞാൻ ഡ്രൈവ് ചെയ്യാം. ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്നെ മറന്നാലോ? ഓക്കെ, തിരിച്ചു വരുമ്പോൾ നിനക്ക് ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാൻ ഓടിക്കാം. പോകാം. തനിക്ക് ഡ്രൈവിംഗ് അറിയില്ലേ? അറിയാം. ഓടിക്കുന്നോ? വേണ്ട, സമയം കളയാതെ കയറിണ്ടെന്ന്. ഡോക്ടർ ഡെന്നിക്ക് ഹിസ് ഡൂയിങ് വെൽ. ആക്ച്വലി ഐ എം സർപ്രൈസ്ഡ്. ബോഡി നന്നായിട്ട് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്താൽ വി ക്യാൻ എക്സ്പെക്ട് എ ഫാസ്റ്റ് റിക്കവറി. മെഡിസിന്റെ ഡോസ് ഞാൻ കൂട്ടുന്നില്ല. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. ഇറ്റ്സ് ഇനഫ്. ഡെന്നി വളരെ കോപ്പറേറ്റീവ് ആയതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് എളുപ്പമാകുന്നുണ്ട്. കീപ് ഗോയിങ്. താങ്ക് യു ഡോക്ടർ. മമ്മി, ജുവാന എവിടെ? അവൾ ക്യാൻറ്റീനിൽ പോയേക്കുവാ. നീ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെല്ല്. ഞാൻ അവളെയും കൂട്ടി വരാം. കുഞ്ഞുസേ, കുഞ്ഞുസേ, നിനക്കാരെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം? എനിക്കറിയാം മമ്മിയാണെന്ന്. നീ മമ്മിയും പപ്പയും കൂടുതൽ സ്നേഹിച്ചോ? പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ തമ്മിലുള്ള സീക്രട്ടാണ്. പുറത്താരും അറിയരുത്. നീ ആൺകുഞ്ഞാണെങ്കിൽ നിന്റെ ജോയങ്കിളിനെ പോലെയോ അപ്പച്ചനെയോ പോലെയോ ആയിരിക്കണം. ഇനി നീ പെൺകുഞ്ഞാണെങ്കിൽ യു ഷുഡ് ബി ലൈക്ക് യുവർ ഗ്രാൻഡ്മ. കാര്യം നിന്റെ അമ്മച്ചി അമ്പനും വില്ലിനും അടുക്കാത്ത ഐറ്റം ആണെങ്കിലും എനിക്കിഷ്ടം. നീ നിന്റെ അമ്മച്ചിയെ പോലെ ആയിരിക്കണം. ഒന്നിനെയും കൂസാത്ത ദ സ്ട്രോങ് ലേഡി. നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാകും, സാധാരണ എല്ലാ അപ്പനും അമ്മയും അവരെ പോലെ ആകണം മക്കൾ എന്നാഗ്രഹിക്കും. മമ്മി എന്താ ഇങ്ങനെയെന്ന് അല്ലേ? അതിന്റെ കാരണം നിനക്കറിയണോ? എന്നെ എന്റെ DDTയും പോലെ ഞങ്ങൾ മാത്രം മതി, വേറെ ആരും വേണ്ട. എന്താടി നീ എന്റെ കൊച്ചിന് ഉപദേശിച്ചു കൊടുക്കുന്നേ? എന്തെങ്കിലും പൊട്ടത്തരങ്ങളായിരിക്കും. ആണെങ്കിൽ പപ്പയ്ക്കെന്താ? എനിക്കെന്തെന്നോ? മണിപ്പറമ്പിന്റെ അടുത്ത കാർണവരെയാ നീ വഴിതെറ്റിക്കാൻ നോക്കുന്നേ. ഓ, എന്ന് വെച്ച ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ? ഈ വീട്ടിലെ ഭരണമല്ലേ? അതിന് വലിയ വിവരമൊന്നും വേണ്ട. അരിയുടെയും പഞ്ചസാരയുടെയും വില അറിഞ്ഞാൽ മതി. നീ എന്തിട്ട് ഞങ്ങളുടെ കുടുംബത്തെ കളിയാക്കുന്നു? നാട്ടുകാര് പോലും ഒന്ന് പേടിക്കും മണിപ്പറമ്പെന്ന് പറയാൻ. അത് പേടിച്ചിട്ടൊന്നുമല്ല, പറയുമ്പോൾ നാ കുളുക്കിയാലോ എന്ന് വെച്ചിട്ടാ. പിന്നെ ആരാണ് ഈ മണിപ്പറമ്പുകാര്? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. നാട്ടുകാർക്ക് പണ്ടേ വിവരമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ പൊക്കി വെക്കുവോ? ഡീ, നീ എന്റെ കൊച്ചുമോന്റെ അമ്മയായതുകൊണ്ടും വിവരമില്ലായ്മ ഒരു തെറ്റല്ലാത്തത് കൊണ്ടും നീ ഈ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് ക്ഷമിക്കുക. ഓ, അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ. കർത്താവെ ബലം തരണേ. കർത്താവിന് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുവാണല്ലോ. നിന്നോട് ഞാൻ കൂട്ടില്ല. ഞാൻ എന്റെ മോനോട് സംസാരിക്കട്ടെ. കുട്ടാപ്പി, അപ്പച്ചനാടാ? കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാ മതി. എന്റെ കുഞ്ഞിന് ആളെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഓ, ഞാൻ അതങ്ങ് മറന്നു. നിന്റെ കുഞ്ഞാകുമ്പോൾ ഒരുപാട് കഴിവുകൾ കാണുമല്ലോ. കുട്ടാപ്പി, നീ വളരുമ്പോൾ നിന്റെ പപ്പയോട് പറയണം, അമേരിക്കയിൽ പോകണമെങ്കിൽ പപ്പ പൊക്കോ,
എന്നെയും അമ്മയും ഇവിടെ അപ്പച്ചന്റെ അമ്മച്ചയുടെയും കൂടെ നിർത്തിയാൽ മതിയെന്ന്. അയ്യടാ കൊള്ളാലോ, എന്നെയും ഡെന്നിച്ചാനെയും അകറ്റാൻ നോക്കുന്നോ? ദുഷ്ട, എന്റെ DDTക്ക് ഞാനില്ലാതെ പറ്റില്ല. എനിക്ക് DDTയോ? അത് ഞാൻ അങ്ങനെ ഡെന്നിസിനെ വിളിച്ചിരുന്നത്. എന്നിട്ട് അവനൊന്നും പറയില്ലായിരുന്നോ? പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അതാകും. എന്റെ DDTക്ക് ഞാൻ അങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടം. എന്റെ ഡെന്നിയും റൊമാൻസും. ആക്ച്വലി ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ മീ. എന്താണ് ഇത്ര ഷോക്കാകാൻ? അത് മണിപ്പറമ്പിൽ ഡേവിസിന്റെ മകൻ ഡെന്നി ആണെങ്കിൽ ഇത് തെക്കേടത്ത് ഐസക്കിന്റെ മകൾ ജുവാനയാ. കഴിവ് തന്നെയാണ്, സമ്മതിച്ചു. പപ്പ, ഞാൻ കുറച്ചു നാളായിട്ട് ശ്രദ്ധിക്കുന്നു. പപ്പ ഈയിടെയായിട്ട് നേരത്തെ വരുന്നുണ്ടല്ലോ. അവിടെ ജോലിയൊന്നുമില്ലേ? ജോലിയൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ ഇരുന്നാലും ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ. അതാ പിന്നെ. മിസ്റ്റർ ഡേവിസ് മണിപ്പറം, യു ഷുഡ് ലേൺ സംതിങ് ഫ്രം മൈ ഇച്ചാച്ചി. കാര്യം ഒരു കുഞ്ഞു കമ്പനിയാണ് ഞങ്ങളുടേതെങ്കിലും എന്റെ ഇച്ചാച്ചി എന്തുമാത്രം ഓടി നടക്കുന്നുണ്ടെന്ന് അറിയാമോ? ആ കമ്പനിയുടെ സർവമാന കാര്യങ്ങളും ഇച്ചാച്ചിയുടെ തലയില. ഒന്നിനും മറ്റാരെയും പൂർണ്ണമായി ഉൾക്കൊള്ളിക്കില്ല. ഇച്ചാച്ചിയാകും എല്ലാത്തിനും മുന്നിൽ. സോ വാട്ട്, ഇറ്റ്സ് എ സക്സസ്. ചിലപ്പോഴൊക്കെ രാത്രി പോലും ഇച്ചാച്ചിക്ക് വീട്ടിൽ വരാൻ പറ്റാതാകും. ഹീസ് ദാറ്റ് മച്ച് ഡെഡിക്കേറ്റഡ്. അങ്ങനെ വരാതായാൽ നീ ഒറ്റയ്ക്കാവില്ലേ? നോ, ലയ ചേച്ചി ഉണ്ടാകുമല്ലോ. എനിക്ക് അവരുടെ വീട്ടിൽ പോയി കിടക്കാം. പക്ഷേ ഇച്ചാച്ചി സമ്മതിക്കില്ല. അതെന്താ? വാട്ട് ടു ഡു? ഹീസ് എ ദുരഭിമാനി. അത് ലയ ചേച്ചിക്ക് അറിയാവുന്നത് കൊണ്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വരും. നിനക്ക് ലയ ഒരുപാട് ഇഷ്ടമാണല്ലേ? ഷീസ് ലൈക്ക് എ മദർ ഫോർ മീ. ആളെ ഇനി എന്നാ എനിക്കൊന്ന് കാണാൻ പറ്റുന്നത്? അന്ന് എനിക്ക് മിസ്സായി. ടൈം ഉണ്ടല്ലോ, നമുക്ക് ഇനി അവസരം വരും ആശാനെ. ലയ നിന്റെ പപ്പയുടെ ഫ്രണ്ടിന്റെ മോളാണെന്നല്ലേ പറഞ്ഞത്? ഏത് ഫ്രണ്ടിന്റെയാ? കുര്യൻ ഓർ വിൻസെന്റ്? കുര്യൻ അങ്കിൾ. അന്ന് ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കണ്ടില്ലേ സേറ? അവളാണ് വിൻസെന്റ് അങ്കിളുടെ മകൾ. ഓക്കെ. പപ്പ, നിങ്ങൾക്ക് ഇവരെയൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഹൗ? ജുവാന, ഇതെന്താ? ഇയാൾക്കെന്താ പ്രശ്നം? ചെല്ല്, ഇല്ലെങ്കിൽ അവൻ ഈ വീട് ഇളക്കി വെക്കും. ജുവാന, ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ജുവാന. ഓ, ചെല്ല് നീ. എന്തിനാ വിളിച്ചേ? ഇപ്പോൾ എത്ര മണിയായി? 3. 3 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമെന്ന് അറിയില്ലേ? അതുകൊണ്ട് യു ഷുഡ് ബി ഹിയർ. എന്തിന്? കാണാൻ. എനിക്ക് വെള്ളം എടുത്തു തരാനും പിന്നെ എന്തെങ്കിലും അസ്വസ്ഥത പെട്ടെന്ന് എനിക്ക് വന്നാലോ. സോ യു ഷുഡ് ബി ഹിയർ വെൻ ഐ വേക്ക് അപ്പ്. മനസ്സിലായോ? ഓ ആയി. എന്നാ എനിക്ക് വെള്ളം എടുത്ത് താ. ഹാപ്പി ബർത്ത്ഡേ കുക്കി. താങ്ക് യു സേറ. പക്ഷെ 12 മണി ആയിട്ടില്ല, 11:30 ആയിട്ടുള്ളൂ. അരമണിക്കൂർ വ്യത്യാസമല്ലേ ഉള്ളൂ. ഞാൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വിളിച്ചതാ പെണ്ണെ. നീ അവിടെ ഓക്കെ അല്ലേ സേറ? എനിക്കിവിടെ എന്താ പ്രശ്നം? നിന്റെ വിശേഷങ്ങൾ പറ. 2 ദിവസമായിട്ട് ഫോൺ വിളിക്കാൻ പോലും ഗ്യാപ്പ് കിട്ടുന്നില്ലായിരുന്നു. നല്ല തിരക്കിലായിപ്പോയി. വർമ്മ സാറ് അത്രയ്ക്കും വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടോ? അങ്ങേരുടെ കാര്യമൊന്നും പറയല്ലേ. ചെയ്തത് ശരിയായില്ല, ഫോർ മോർ ആക്യുറസി യു ഹാവ് ടു റിപ്പീറ്റ് എന്നും പറഞ്ഞ് പിന്നെയും ചെയ്യിപ്പിക്കും. അതായത് ചിന്തിക്കാൻ പോലും സമയം തരുന്നില്ല എന്ന് അല്ലേ? അതെ. അത് നന്നായില്ലേ? ഏറെക്കുറെ. ആ, അത് വിടും. ഫോൺ കുഞ്ഞൂസിന് കൊടുത്തേ. കൊടുത്തു. കുഞ്ഞൂസേ, സേറ ആന്റിയാ. നിന്റെ മമ്മി നന്നായിട്ട് നോക്കുന്നുണ്ടോ നിന്നെ? ഇല്ലെങ്കിൽ ആന്റിയോട് പറയണം. ലവ് യു ഉമ്മ. ഇനി മമ്മിക്ക് ഫോൺ കൊടുത്തേ. തന്നു. കൂക്കി, വിശേഷങ്ങൾ പറയടി. 2 ദിവസം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നടന്നില്ല സേറ. എന്റെയും DDTയുടെയും അടിയും ബഹളവും തുടരുന്നു. അമ്മായിമ്മ തീറ്റിച്ചു കൊല്ലുന്നു. പപ്പയും മേരിയാന്റിയും സ്നേഹിച്ചു കൊല്ലുന്നു. നീ എന്താ എനിക്ക് ഫോട്ടോ അയക്കാനത്? നിന്നെ 2 ദിവസമായിട്ട് കാണാഞ്ഞത് കൊണ്ട് നീ തിരക്കിലാകുമെന്ന് വിചാരിച്ചു. അതിനിപ്പോൾ എന്താ? മര്യാദയ്ക്ക് എന്നും ഫോട്ടോ അയച്ചോണം. നീ കട്ട് ചെയ്യുമ്പോൾ തന്നെ അയച്ചേക്കാം. പിന്നെ അയക്കുമ്പോൾ വയർ ഉൾപ്പെടെ വേണം. അവസാനം അയച്ചത് നിന്റെ മുഖം മാത്രമേ ഉള്ളായിരുന്നു. അതിന് കാണാൻ വേണ്ടി വയറൊന്നും ആയില്ല സേറ. നിന്റെ വയറ് കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, കുഞ്ഞൂസിനെയും കാണാനാ. ഓ, ഇനി ശ്രദ്ധിച്ചോളാം. ശരി, നാളെ ഞാൻ നിന്നെ വീഡിയോ കോൾ ചെയ്യാം. നാളെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ വെക്കുവാണേ. തിരക്കാടി. ബൈ, സീ യു.
വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. നിന്റെ സേറ ആന്റി സ്വീറ്റ് അല്ലേ കുഞ്ഞൂസേ? ഇതാരാ? ജബ്രു. Thank you, Jibro. Don't stress. Me and Kunnu's waiting for your call. Kunnu's missing Jebin uncle's voice for 1 week. Joking, yeah. Take your time. Hello. Happy birthday to you. Happy birthday to you. Happy birthday. പോയി കിടന്നുറങ്ങ തള്ളേ. എനിക്കിത് കേൾക്കണം. ഒരു യാത്ര കഴിഞ്ഞു വന്ന എന്നെ ഉറക്കം മാടി മാടി വിളിച്ചിട്ടും ഉറങ്ങാതെ 12 മണിയാകാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ നിന്നെ വിളിച്ച് എനിക്കിത് കേൾക്കണം. ഞാൻ പറഞ്ഞോ വിളിക്കാൻ? അപമാനം. ഞാൻ ഇത് സഹിക്കില്ല. കൊടെന്റെ കുഞ്ഞിന് ഫോൺ. ദാ ഇനി പറ. കുഞ്ഞൂസേ, നിന്റെ മമ്മി പറഞ്ഞത് കേട്ടോ? ഈ ലയാന്റി അപമാനിച്ചത് നീ കേട്ടില്ലേ? ഇതിന് നീ പകരം വീട്ടണം നിന്റെ മമ്മിയോട്. ലവ് യു മൈ കുഞ്ഞൂസ്. കഴിഞ്ഞോ? കൂക്കി 25 years. I know. Oh my god, my cookie grown up so fast. ലയ, നിങ്ങൾ അടിച്ചിട്ടിരിക്കുവാണോ? കോക്കി, എന്തിനാ ലയ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നേ? എനിക്കറിയാലോ നിങ്ങളെ. മോളെ, നിനക്കെന്തെങ്കിലും വേണോ കഴിക്കാൻ? ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം. വേണ്ട ലയ, നാളെ ഒരു കാരണവശാലും വരരുത്. എനിക്ക് പറ്റില്ല. നീ പോയി കിടന്നുറങ്ങ. ഉറക്കം കളയാതെ ചെല്ല്. ലയ, ഇച്ചാച്ചിയെ നോക്കിയായിരുന്നു? ഇല്ല, ഞാൻ പോയില്ല. എനിക്കങ്ങോട്ട് പോകാൻ പേടിയാ കൂക്കി. എന്നെ കൊണ്ടിന്ന് പറ്റില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഇച്ചാച്ചി എന്നെ വിളിക്കില്ലായിരിക്കും അല്ലേ? കൂക്കി, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ ഇച്ചാച്ചിയ. അതുപോലെ നിന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും പറ്റില്ല. And raise your children like him. Teach them to love each other like their uncle. Okay, be strong for your baby. And I know you can. Good night, dear. Love you. ഇതാരാ ഈ നേരത്ത് പരിചയമില്ലാത്ത നമ്പർ? ഹലോ ഹലോ, ആരാ? ഇച്ചാച്ചി 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 കുക്കിയോട് സംസാരിക്കും ഇച്ചാച്ചി. ഇച്ചാച്ചി ഹലോ ഹലോ. തേടും മുഖം നീലാംബരി വീണയിൽ ഇഴപ്പഴകിയ വേളയിൽ ഓമനേ അതിശയ സ്വരബിന്ദുവാ എന്നും നിന്നെ മീട്ടാ താനേറ്റു പാടാ. രാവിലെ പോയി പല്ല് തേച്ച് ഓടി വന്ന് എനിക്ക് ഒട്ടും നേരമില്ല. എന്താ പപ്പ? വന്നിരിക്കും. കത്തിപിടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. നോക്കിയിരിക്കാതെ കട്ട് ചെയ്ത് കൂക്കി, എന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുക്കി, ഹാപ്പി ബർത്ത്ഡേ ടു യു. പപ്പയ്ക്ക് എങ്ങനെ? ഓ പിന്നെ, നീ ആര് എന്നിട്ട് ബർത്ത്ഡേ ഡേറ്റ് അറിയാതിരിക്കാൻ? മധുരമില്ല. ഐ ആം സോറി, ഐ ആം ഹെൽപ്ലെസ്. അപ്പോൾ ബാക്കി കഴിച്ചോ, ഞാൻ ഓഫീസിൽ പോകട്ടെ. ഹാപ്പി ബർത്ത്ഡേ. മണിപ്പറമ്പല്ലേ? അതെ. ഒരു ഡെലിവറി ഉണ്ട്, മിസ് ജുവാന ഐസക്. എനിക്കോ? ദാ ഇവിടെ നോപ്പിടണേ. എനിക്കാരാ? അതും ഈ അഡ്രസ്സിൽ അയക്കാൻ? ഫ്രം അഡ്രസ്സും ഇല്ല.
Thank you, my baby. Thank you very much. Kunyuse, this is the best birthday gift I have ever got. Thank you. Mommy too love you, baby. Yes, മമ്മിയുടെ കുഞ്ഞൂസ്. ചെറുതൊട്ടിൽ കിട്ടാനായി മഞ്ഞിൽ നെയ്യും തളിരാടതാ കുഞ്ഞിൻ മിഴിയെഴുതാ സൂര്യൻ വരവായിതാ കഥ ചൊല്ലി സ്വപ്നത്തിൻ തിരികൂട്ടാം ഞാൻ മുകിലോരം ചെന്നെത്താൻ ചിറകാവാം ഞാൻ ഏതാനെ തനന്താനെ തന്താ കൂക്കി നീ എന്താ ഈ കലണ്ടർ നോക്കി നിൽക്കുന്നത്? പപ്പ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 3 മാസമായല്ലേ? കൂക്കി യെസ്, only 3 months left. ആരാരിരാരോ